കൃത്യമായിട്ടൊരു ഉത്തരം എനിക്ക് തരാനില്ല. ചിലപ്പോ ഇങ്ങനൊരു ആഘോഷം ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും. എന്തായാലും എന്നെ മോളെ വിഷമിപ്പിക്കരുത്. ഇല്ല, എല്ലാ കാലവും ഓർത്തു വെക്കാൻ ഒരു നല്ല ഓണാഘോഷം, അതാ എന്റെ ആഗ്രഹം. എന്നെ നിരാശപ്പെടുത്തില്ല എന്ന് കരുതുന്നു. ഞാൻ കരുതിയത് നിരഞ്ജൻ ഒരിക്കലും ഇനി എന്നെ കാണാൻ വരില്ല എന്നായിരുന്നു. എന്തിനു വരാതിരിക്കണം? അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ആരെയാ പേടിക്കേണ്ടത്? നമ്മളൊക്കെ ദുർബലരായ മനുഷ്യരല്ലേ നിരഞ്ജൻ. തെറ്റ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് പലരെയും പേടിക്കേണ്ടി വരും. സമൂഹത്തിന് ഒരു വേട്ടക്കാരന്റെ മനസ്സാണെന്ന് അറിയാലോ. നമ്മളെ വേട്ടയാടി നശിപ്പിച്ചാലേ അതിന് തൃപ്തിയാവും. ആ അത് പോട്ടെ, ഓണമാ. നമ്മളെന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഓണം സന്തോഷിക്കാനുള്ളതാ. സമൃദ്ധിയും ഐശ്വര്യവും കിട്ടുന്ന കാലമാ. ആമോദത്തോടെ വസിച്ച് കാലത്തിന്റെ ഓർമ്മയാ. ഇത്തവണ എന്താ പരിപാടി ഓണത്തിന്? ഞാനൊരു കാര്യം ചോദിച്ചാ, അല്ലെങ്കിൽ വേണ്ട, ഞാനങ്ങനെ ചോദിക്കാൻ പാടില്ല. അത് ശരിയല്ല. എന്നാലും ചോദിക്കേ. ഒരു ആഗ്രഹം, ഈ ഓണത്തിന് നിരഞ്ജന്റെ ഒപ്പം ഇരുന്ന് ഊണ് കഴിക്കണമെന്ന്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തതാ. അക്ഷരമുള്ളപ്പോ വേണ്ട, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. മാലു ഒരല്പം വൈകിപ്പോയി. ഇതേ കാര്യം അക്ഷര ചോദിച്ചു, ഞാൻ സമ്മതിക്കുകയും ചെയ്തു. മുൻപ് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നോ നിരഞ്ജൻ? ഇല്ല, എനിക്ക് വലുത് അക്ഷരയാ. എനിക്ക് വലുത് നിരഞ്ജന. വീട്ടിൽ വലിയ ആഘോഷമൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രം. കഴിഞ്ഞ തവണ നല്ല സന്തോഷമുണ്ടായിരുന്നു. ഇത്തവണ അതുമില്ല. എനിക്ക് മാത്രമല്ല, ആർക്കും. നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോ പലപ്പോഴും ഞാൻ ഓണം ആഘോഷിക്കാറില്ലായിരുന്നു. അവിടെ ദസറയും ദീപാവലിയാ പ്രധാനം. അതിനും ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഇപ്പോഴും ഒറ്റയ്ക്ക്. സ്ഥലം മാറുന്നു, ആഘോഷങ്ങൾ മാറുന്നു. എന്റെ അവസ്ഥ മാത്രം മാറാതെ ഇങ്ങനെ നിൽക്കുന്നു. അതും ഒരു സുഖമാണ്. ആരെയും കാക്കണ്ട. എവിടുന്നെങ്കിലും ഓർഡർ ചെയ്ത് ഭക്ഷണം വരുത്താം, സദ്യ കഴിക്കാം. സ്വയം കണ്ണാടിയിൽ നോക്കി ഒരു ഹാപ്പി ഓണം പറയാം. അതിനും വേണം ഭാഗ്യം, അല്ലേ നിരഞ്ജൻ? മാലുവിന്റെ അവസ്ഥ അതെനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് പരിമിതികളുണ്ട് മാലു. ഞാൻ തന്നെ സൃഷ്ടിച്ച ഒരു ജയിലിലെ തടവുപുള്ളിയാ ഞാനിപ്പോ. എനിക്ക് സ്വാതന്ത്ര്യം കുറവാ. എനിക്കറിയാം. അതാ ഞാൻ ഒന്നിനെ നിർബന്ധിക്കാത്തെ. എന്റെ മനസ്സിലെ പൂക്കാലമൊക്കെ എന്നേ പോയതാ. എനിക്കിപ്പോ ആഘോഷങ്ങളില്ല. മനസ്സിൽ സന്തോഷമില്ലാതെ എന്താഘോഷിക്കാനാ? എന്തായാലും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഹാപ്പി ഓണം. ഓണത്തിന് എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കാനായിട്ട് ഞാൻ വന്നതാ. അത് നന്നായി. ഇവിടെ ഇത്തവണ ഓണം ഇല്ല. ഓണസദ്യ എങ്ങനെ ഉണ്ണുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ജീവിതത്തിൽ ഇന്ന് വരെ അത് മുടക്കിയിട്ടില്ല.
ഇക്കൊല്ലം മുടങ്ങൂന്ന് കരുതിയതാ. ദേ അതിനിപ്പോ പരിഹാരമായി. അമ്മ സിദ്ധുവിന്റെ വീട്ടിൽ ഓണം കൂടാൻ പോവാണോ? അതെ, എന്താ പോയാല് ഇവിടെ പാടില്ലെന്നല്ലേ ഉള്ളൂ. തന്നെയല്ല, സ്നേഹത്തോടെ വന്നു ഇങ്ങനെയൊക്കെ ക്ഷണിക്കുമ്പോ എങ്ങനെയാ മനോഹര പറ്റില്ല എന്ന് പറയുന്നേ? എന്നാലേ എന്റെ തീരുമാനം ഞാൻ അമ്മയോട് പറയാം. ആ നമ്മൾ രണ്ടുപേരും എങ്ങോട്ടും പോകുന്നില്ല. ഏ എന്റെ മോളാ മരിച്ചത്. ഓ, 1 വർഷം കഴിയാതെ ഇതുപോലെയുള്ള ഒരു ആഘോഷത്തിന് ഞാൻ പങ്കെടുക്കത്തില്ല. അല്ല നീ പങ്കെടുക്കണ്ട, എനിക്ക് പോവാലോ. അമ്മയും പോകുന്നില്ല എന്ന് വെച്ച് മോന് നിരാശപ്പെടേണ്ടിയൊന്നും വരത്തില്ല. ദേവികയും പ്രിയം വരും. ഞാനോ? ഞാനില്ലച്ചാ. ആ നീ പോണം മോളെ. ആദ്യമായിട്ട് ആ വീട്ടിൽ നിന്ന് വന്ന് ക്ഷണിക്കുമ്പോൾ ആരും പോകാതിരിക്കുന്നത് ശരിയല്ല. ഇവർ രണ്ടുപേരും വരും കേട്ടോ. അങ്ങനെ വലിയ ആഘോഷമായിട്ടൊന്നുമില്ല. പ്രേമിച്ചാ നിങ്ങളൊക്കെ വിളിക്കാനായിട്ട് പറഞ്ഞത്. അച്ഛനത് കേട്ടപ്പോൾ സന്തോഷമായി. ആ ആഘോഷം കൊണ്ട് പ്രേമിച്ചിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായാൽ അത് നല്ലതല്ലേ. അതുകൊണ്ടാ ഞാൻ തന്നെ ഒന്ന് വിളിച്ചത്. എനിക്കറിയാം ദേവികയുടെ മാനസികാവസ്ഥ. നിത്യ, അമ്മ, ശരിക്കും ഞാനിങ്ങനൊന്നും ചെയ്യാൻ പാടില്ലാത്തതാ. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോ. അതിനെന്താ മോനെ, വേറൊന്നിനും അല്ലല്ലോ, ഓണത്തിനല്ലേ. എന്നാലും ഒരുങ്ങിക്കെട്ടി പോണ്ട അച്ഛാ. ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും? ആരെന്ത് വേണേലും വിചാരിച്ചോട്ടെ മോളെ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോണം. ചന്ദ്രയുടെ ആ വീട്ടിലെ അവസാനത്തെ ഓണം. അവിടെ മോളുണ്ടാകുന്ന അതിൻ്റെ ഒരു ഭംഗി. ആഘോഷിക്കാനും സന്തോഷിക്കാനും കുറച്ച് നിമിഷങ്ങളെ നമുക്ക് ജീവിതത്തിൽ കിട്ടാറുള്ളൂ. നിങ്ങൾ കുട്ടികൾ അതൊന്നും വേണ്ടാന്ന് വെക്കരുത്. ദേവിക ഉണ്ടെങ്കിൽ നന്നായേനെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ വരണം. വരാം. ഞാനും പ്രിയം കൂടി വന്നോണം. എന്നാ ഞാനും വരാം. വേണ്ടതേ, കുട്ടികളെ പോലെ അല്ല മുതിർന്നവര്. നമുക്കേ ഇത്തവണ ഓണമില്ല.